ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിഫ്റ്റിയിൽ ഒരു വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വലിയൊരു സ്ട്രോങ് ക്ലോസ് ആണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഷോർട്ട് ടേം വ്യൂ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ നമുക്ക് ഏകദേശം സാധിക്കും. പ്രൈസ് ആക്ഷൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്, സോഫാർ സജസ്റ്റ് ചെയ്യുന്നതാണ്. സ്ട്രോങ് ബയേഴ്സ് ആണ് 24,200 24,150 എന്നുള്ള റീജിയനിൽ നമ്മൾ കണ്ടത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,350 24,300 വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ 24,350 24,300 ബ്രീച്ച് ചെയ്താൽ, താഴത്തേക്ക് ബ്രീച്ച് ചെയ്താൽ 24,200 24,000 എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ശ്രദ്ധിക്കണം, 24,000 എന്ന് പറയുന്നത് റൗണ്ട് നമ്പർ ആണെന്ന് കൂടെ ഓർത്തണം. നിഫ്റ്റി ഒരു പക്ഷേ നിഫ്റ്റിക്ക് 24,650 24,700 വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. നമ്മൾ കറൻറ്റ് സ്റ്റേറ്റസ് വെച്ചാണ് നമ്മൾ പറയുന്നത്. 24,700 മുകളിൽ ഒരു ബ്രേക്ക് വന്നാൽ ഒരു പക്ഷേ 24,800 24,850 ഒക്കെ റേഞ്ച് വരാനുള്ള സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് പ്രോബബിലിറ്റീസ് ആണ്, സെർട്ടൻറ്റി അല്ല. ഷോർട്ട് ടൈം ഔട്ട്ലുക്ക് നെഗറ്റീവ് ആവാൻ സാധ്യത എപ്പോഴാണെന്ന് വെച്ചാൽ നിഫ്റ്റി 24,000 താഴെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ആണുള്ള സാധ്യത ഉള്ളത്. നമ്മൾ വെള്ളിയാഴ്ച ക്യാൻഡിൽ അല്ല വീക്കിലി ക്യാൻഡിൽ അനലൈസ് ചെയ്താൽ കറൻറ്റ് സ്റ്റാറ്റസിൽ ലുക്സ് വെരി ഗുഡ് ആക്ച്വലി. നിഫ്റ്റി ബാങ്ക് പക്ഷേ കുറച്ച് വീക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താ പറയണ്ടേ, 52,000 നിഫ്റ്റി ബാങ്ക് താന്നു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആണ് നിഫ്റ്റി ബാങ്ക് താന്നത്. ശരിക്കും 51,749 വരെ പോയി, എന്നിട്ടാണ് ബൗൺസ് ബാക്ക് ചെയ്തിട്ട് തിരിച്ച് അത് വീക്ക്ലി ക്ലോസ് ചെയ്ത് 52,278 മേളിൽ ക്ലോസ് ചെയ്തത്. ഡൗൺ ബൈ 0.72% ആണ്. ഷോർട്ട് ടൈം ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്ലൈറ്റ്ലി അൺക്ലിയർ ആണ്. ശരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 52,000 റെസിസ്റ്റൻസ് 53,000 സോ 52,000 താഴെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ 51,500 51 കാണാനുള്ള സാധ്യതകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. സോ വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു മദർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഡൗ ജോൺസ് അല്ലെങ്കിൽ S&P 500 വേറെ ഇൻഡെക്സ് ആണ്. ഡൗ ജോൺസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഇൻഡെക്സ് ആണ്. ഡൗ ജോൺസ് എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ആണ്. 39,600 നമ്മൾ ബ്രീച്ച് ചെയ്ത് 40,200 വരെ കണ്ടു. സോ 40,257 വരെ ഇൻഡെക്സ് ഹിറ്റ് ചെയ്തു, എന്നിട്ടാണ് സ്ലൈറ്റായിട്ട് ഡൗൺ ചെയ്ത് 40,000 ക്ലോസ് ചെയ്ത് 40,000 റൗണ്ട് ഫെയർ ആണെന്ന് ഓർത്തോണം. 40,000 സപ്പോർട്ട് വളരെ സ്ട്രോങ് ആണ്. സോ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് നമ്മൾ 40,250 40,350 എന്നുള്ള റേഞ്ച് നമുക്ക് കാണുന്നുണ്ട്. സോ ഒരു പക്ഷേ എന്താ പറയണ്ടേ, 40,300 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഡിസിസീവായിട്ടുള്ള മൂവ് കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ 40,300 അത് ബ്രീച്ച് ചെയ്യാൻ ഫെയിലുവർ ആയിക്കഴിഞ്ഞാൽ ആൻഡ് എന്താ പറയണ്ടേ 39,900 താഴെ പോവുകയാണെങ്കിൽ വീണ്ടും ഡൗ ജോൺസ് വീണ്ടും പ്രഷറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 39,500 39,400 39,300 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് ഒരുപക്ഷെ അതും താഴെ പോവുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകളും നമ്മുടെ മുമ്പിൽ തീർച്ചയായും ഉണ്ട്. സോ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 38,000 40,000 ഒരു സൈഡ് വേസിലേക്ക് പോകാനുള്ള ചാൻസസ് ഡൗ ജോൺസിലും നമുക്ക് കാണാൻ സാധിക്കും. സോ ഫാർ ഈ പറയുന്ന കണക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഹോൾ ക്ലോസ് ടു 1.6% അപ്പായിട്ടാണ് ഡൗ ജോൺസ് ക്ലോസ് ചെയ്യുന്നത്. വളരെ സപ്പോർട്ടീവ് ഫാക്ടറാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുവാണെങ്കിൽ FIs ഒരു ദിവസം വിറ്റു, ബാക്കിയുള്ള 4 ദിവസം സ്ട്രോങ് ആയിട്ട് ബൈ നടത്തിയാണ് നമ്മൾ കണ്ടത്. സോ ഇന്ത്യൻ ഇക്വിറ്റി അവർ മേടിക്കുകയെന്ന് വെച്ചാൽ 5th കൺസിക്യൂട്ടീവ് വീക്കിലാണ് അവർ ഇന്ത്യൻ ഇക്വിറ്റി മേടിക്കുന്നത്. ആൻഡ് ഇക്വിറ്റി സെഗ്മെൻറ്റ് നെറ്റ് ഇൻഫ്ലോ കണ്ടത് $885 മില്യൺ ആണ് ലാസ്റ്റ് വീക്കിൽ കണ്ട ഇക്വിറ്റി ഇൻഫ്ലോ കണ്ടത്. അതിൻ്റെ അകത്ത് FPIs സോഫാർ $1.83 ബില്യൺ ആണ് പമ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൺസിസ്റ്റന്റ് പമ്പിങ് പറയുന്നത് എന്താ പറയുന്നത്, ബെഞ്ച്മാർക്ക് ഇൻഡിസീസിനെ ഇനി പോകാനുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത്, ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ ആഴ്ച വ്യാഴം വെള്ളിയോടുകൂടി ഫ്രഷ് ബ്രേക്ക്ഔട്ട് വന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും നിഫ്റ്റി IT ഇൻഡെക്സ് ആണ്. എസ്പെഷ്യലി TCSന്റെ അപാരമായിട്ടുള്ള പെർഫോമൻസ് IT ഇൻഡെക്സിനെ ഔട്ട് പെർഫോമൻസിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞെങ്കിൽ എത്രയോ നാളിന് ശേഷമാണ് IT ഇൻഡെക്സ് ഔട്ട് പെർഫോമൻസ് പോകുന്നതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ IT ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണോ FPIs ഇത്തരം ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ തീർച്ചയായും നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ അതും വലിയൊരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഫണ്ട് ഫ്ലോയും വലിയൊരു ഫാക്ടറാണ്. നിഫ്റ്റിക്ക് വലിയ സപ്പോർട്ട് കൊടുക്കാനുള്ള ഫാക്ടറാണ്. ശരിക്കും ഡോളർ ഇൻഡെക്സ് 104 രൂപ നിന്നത്. വിക്സ് 13.72 ബിലോ ആവറേജ് ആണ് വിക്സ് വന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ HCL ടെക്കിൻ്റെ ഒരു വീക്ക് റിസൾട്ട് വേണം നമുക്ക് പറയാൻ സാധിക്കും. കാരണം Q1 എബിറ്റ് മാർജിൻ 17.09% ആണ് വേഴ്സസ് കഴിഞ്ഞ ഇയറിൽ 17.63 ആയിരുന്നു. സ്ലൈറ്റ് വീക്കാണ്. ഇന്ത്യ CPI ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ 5.08% ആണ് വന്നത് വേഴ്സസ് 4.78% ആണ് പ്രീവിയസ്
നമ്മൾ എസ്റ്റിമേറ്റഡ് 4.80 ആയിരുന്നു. അതുമായിട്ട് നോക്കാൻ നേരത്ത് എസ്റ്റിമേറ്റേക്കാളും മുകളിലാണ് CPI ഇൻഡെക്സ് കൂടി വന്നത്. ഇന്ത്യ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് 5.9% വേഴ്സസ് 5% ആണ്. ദാറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. എസ്റ്റിമേറ്റഡ് 4.9 ആയിരുന്നു, അപ്പോൾ 5.9% കൂടി എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടി എന്ന് പറയുന്നത് പല സെക്ടേഴ്സും അത് ബെസ്റ്റായിട്ട് ട്രെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. കുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ആക്ച്വൽ 5.40% ആണ് വേഴ്സസ് 5.80%. പ്രീവിയസ് 5.80% പ്രീവിയസ് ആണ്. ഇന്ത്യ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വൽ 4.6% ആണ് വേഴ്സസ് 3.9% ആ പ്രീവിയസ്. ദാറ്റ് ഈസ് ആൾസോ മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ടിനെ നോക്കാൻ നേരത്തെ ദാറ്റ് ഈസ് ആൾസോ വെരി ഗുഡ് സപ്പോർട്ടാണ് മാർക്കറ്റിന് കൊടുത്തത്. നമ്മൾ ഫിച്ചിൻ്റെ ഒരു റേറ്റിംഗ് വെച്ച് ഫിച്ച് 2 സ്റ്റീൽ കമ്പനികളെ ഡിഫറൻ്റ് ആയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഫിച്ചിൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫേമാണ് ഫിച്ച്. JSW സ്റ്റീലിന് BB ഔട്ട്ലുക്ക് സ്റ്റേബിൾ കൊടുത്ത സമയത്ത് ഫിച്ച് ടാറ്റാ സ്റ്റീലിന് ഫിച്ച് ഔട്ട്ലുക്ക് നെഗറ്റീവായിട്ട് അവർ റിവേഴ്സ് ചെയ്യുന്നുള്ളത് ടോട്ടൽ കോൺട്രഡിക്ഷനാണ് മാർക്കറ്റിൽ കാണുന്നത്. സോ ഫിച്ച് കൊടുത്തിരിക്കുന്നത് JSW സ്റ്റീലിന് കൊടുത്തിരിക്കുന്നത് BB ആണെങ്കിൽ ടാറ്റാ സ്റ്റീലിന് BBB മൈനസ് ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഉൾട്ടായിട്ടുള്ള 2 റേറ്റിംഗ് ആണ് 2 ടോപ്പ് കമ്പനിക്ക് ഫിച്ച് കൊടുത്തിരിക്കുന്നത്. സൺടെക് റിയാലിറ്റിയുടെ ഒരു ബിസിനസ് അപ്ഡേറ്റ് ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന Q1 കളക്ഷൻ 18.8% ഇയർ ഓൺ ഇയർ അപ്പായിട്ടുണ്ട്. കമ്പനീസ് ഈസ് Q1 പ്രീ സെയിൽസ് അപ്പ് ബൈ 29.7% YOY ബേസിസ്. വിപുൽ എന്ന കമ്പനിയുടെ റിസൾട്ട് വന്നു. കമ്പനി ഒരു ടേൺ ഓവർ ആണെന്ന് തോന്നുന്നു. കാരണം റിസൾട്ട് സീംസ് ടു ബി ഗുഡ് ആക്ച്വലി. ആൻഡ് ദർ ഇസ് എ ബ്രില്യൻറ്റ് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. സൈന്ത് എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം, സൈന്ത് എഞ്ചിനീയർ സൊല്യൂഷൻ കമ്പനിയാണ്. സൈന്ത് എക്സ്പാൻഷൻ ഓഫ് ഇറ്റ്സ് സെമി കണ്ടക്ടർ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു ബിസിനസ്സാണ് സെമി കണ്ടക്ടർ ബിസിനസ്. ആ ബിസിനസ് ബേസിക്കലി അത് ഇന്ത്യയും തൈവാനാണ് അത് വേൾഡിൽ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പോലും സെമി കണ്ടക്ടർ ബിസിനസ്സിലുള്ള ആൾക്കാരുടെ സീരിയസ് ആയിട്ടുള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക എന്ന് വെച്ചാൽ വെരി ഗുഡ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണത് ശരിക്കും. അതിൻ്റെ സൈന്ത് പ്ലാൻ ചെയ്യുന്നത് അവരുടെ ഫുള്ളി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറി ആണ് പ്ലാൻ ചെയ്യുന്നത്. ഗ്ലോബൽ സെമി കണ്ടക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടു ഹിറ്റ് $1 ട്രില്യൺ ആണ് 2030 അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ഇൻഡസ്ട്രി ഹിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് ഈസ് ഹ്യൂജ് ആണ് ശരിക്കും. സോ സൈന്ത് അങ്ങനെ ഒരു സബ്സിഡി കൂടി സൈന്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ കമ്പനിയെ സംബന്ധിച്ച് ഇറ്റ്സ് എ ലോങ് ടൈം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്തു പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ AVG ഇൻഡസ്ട്രീസ് 60 കോടിയുടെ ഓർഡർ വിൻ ചെയ്തു. ഞാൻ ഈ ആഴ്ച ശ്രദ്ധിക്കുന്ന ഏതാനും സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകൾ ഒന്ന് സോണ BLW ആണ്. എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ദിസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. ആ ചാർട്ട് പഠിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് എങ്ങനെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് പഠിക്കാൻ തീർച്ചയായും സാധിക്കും. സോണ BLW എന്തുകൊണ്ട് ബ്രേക്ക്ഔട്ട് ഇൻ വീക്കിലാണ് വന്നിരിക്കുന്നത്, ബ്രേക്ക്ഔട്ട് ഇൻ ഡെയിലി വിത്ത് സ്ട്രോങ് വോളിയമാണ് ഡെയിലിയിൽ വന്നിരിക്കുന്നത്. ലക്സ് ഇൻഡസ്ട്രി നിങ്ങൾ നോക്കിയാൽ കുറേ നാളത്തെ താഴെ വന്നതിന് ശേഷം റിവേഴ്സൽ ബ്രേക്ക്ഔട്ട് ആണ് ലക്സ് ഇൻഡസ്ട്രി വന്നതെന്നാണ് നമുക്ക് ആ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അനന്തരാജ് വന്നിരിക്കുന്നത് പുൾ ബാക്ക് 0.5 ഫിബിൽ പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെ മൂവിംഗ് ആവറേജ് EMA 10ന്റെ ഒരു സപ്പോർട്ട് വന്ന് ഒരു പവർ സോൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. CG പവർ എന്ന് പറയുന്നത് പ്രീവിയസ് റീടെസ്റ്റോണിൽ വന്നിരിക്കുന്ന സ്റ്റോക്കാണ്. പ്ലസ് EMA 10ൽ ഒരു ചെറിയ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആൻഡ് MRPL നിങ്ങൾക്ക് ഡേ ടൈം ഫ്രെയിമിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. പോളി മെഡിക്യൂർ നിങ്ങൾ നോക്കാൻ നേരത്ത് പുൾ ബാക്ക് ആണ് EMA 10ൽ പുൾ ബാക്ക് വന്നിരിക്കുന്നത്. പ്ലസ് റീടെസ്റ്റോണിലാണ് പുൾ ബാക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ലോവർ വീക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. RVNL നോക്കാൻ നേരത്ത് 75 മിനിറ്റ്സ് ചാർട്ട് നോക്കാൻ നേരത്ത് പ്രീവിയസ് റീടെസ്റ്റ് അത് നടന്നു കിടക്കാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗോദ്രേജ് അഗ്രോവിറ്റ് 41,46,156 സ്റ്റോക്കാണ് കഴിഞ്ഞ ആഴ്ച പ്രൊമോട്ടർ ഗ്രൂപ്പ് ഗോദ്രേജ് അഗ്രോവിറ്റിൻ്റെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. ഗോദ്രേജ് അഗ്രോവിറ്റ് ശരിക്കും പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ് ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ 5-6 ആഴ്ചയായിട്ട് ഹ്യൂജായിട്ട് ട്രെൻഡ് ചെയ്ത് പോയൊരു സ്റ്റോക്കാണ് ഗോദ്രേജ് അഗ്രോവിറ്റ്. അതുപോലെ തന്നെ മാഗ്നം വെഞ്ചേഴ്സിൻ്റെ പ്രൊമോട്ടർ മേടിച്ചിരിക്കുന്നത് സംതിങ് അറൗണ്ട് 34.91 lakhs ആണ് സ്റ്റോക്ക് മേടിച്ചിരിക്കുന്നത്. എലിൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊമോട്ടർ മേടിച്ചിരിക്കുന്നത് സംതിങ് അറൗണ്ട് 39 lakhs സ്റ്റോക്കാണ് മേടിച്ചിരിക്കുന്നത്, മാർക്കറ്റിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. ഇത് മൂന്നും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻസൈഡ് ബൈ എന്നൊക്കെ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് വന്ന KEC ഇന്റർനാഷണൽ എന്ന കമ്പനിയിലാണ്. എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർക്ക് സംതിങ് അറൗണ്ട് 1017 കോടിയുടെ ഫ്രഷ് ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ ബുക്ക് വന്നിട്ട് 37,000 കോടിയാണ് വന്നിരിക്കുന്നത്. ഈ കമ്പനിയുടെ നിങ്ങൾ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിയാൽ 51.88% ആണ്. ആൻഡ് FIS 10.90 എന്ന 12.45% FIS കഴിഞ്ഞ ക്വാർട്ടറിൽ മാർച്ച് ക്വാർട്ടറിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. DASും FISും കഴിഞ്ഞാൽ പബ്ലിക് ഇന്ത്യയിൽ 9.83% ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ്
ശരിക്കും പറഞ്ഞാൽ അത്രയും ഷെയർ കുറവുള്ള കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഡീപ്പ് ഇൻഡസ്ട്രീസിന് ശരിക്കും അവർ 82 കോടിയുടെ ഓർഡറാണ് വിൻ ചെയ്തിരിക്കുന്നത്. RMC സ്വിച്ച് ഗിയേഴ്സ് വിൻ ചെയ്തിരിക്കുന്നത് 86.48 crores ഓർഡറാണ്. അപ്പോളോ മൈക്രോസിസ്റ്റത്തിന് ഇന്ത്യൻ നേവിയിൽ നിന്ന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം ഞാൻ ആദ്യം ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഏഞ്ചൽ വണ്ണിൻ്റെ പല ആൾക്കാരും എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏഞ്ചൽ വണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന്. നമ്മളെല്ലാം കണ്ടല്ലേ ബ്രോക്കർ കമ്പനീസൊക്കെ F&Oയിൽ എന്താ നടക്കുക, F&Oയിൽ സെബിയുടെ പുതിയൊരു ആക്ഷൻ പ്രകാരം എന്തെല്ലാമാണ് ചേഞ്ചസ് വരുത്തുന്നതിനെ കുറിച്ച് നമുക്കിത് സോഫാർ നമുക്ക് ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. സോ നാച്ചുറലി അത് ഈ ബ്രോക്കർ കമ്പനീസിൻ്റെ സ്റ്റോക്കുകൾക്ക് അത് നാച്ചുറലി പ്രഷറിലാവുന്നുള്ള കാര്യത്തിലുള്ള സംശയം വേണ്ട. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ടോപ്പ് അപ് ട്രെൻഡ് കൊടുത്തതിന് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബൈ ജാനുവരി മിഡോടുകൂടി ഡൗൺ ട്രെൻഡിലാണ്. ഷെയർ പ്രൈസ് 3900+ കഴിഞ്ഞ ജാനുവരിയിൽ എത്തിയതിനു ശേഷം അത് സംതിങ് അറൗണ്ട് ഇപ്പം 2843 ക്ലോസ് ചെയ്തത്. സംതിങ് അറൗണ്ട് 42% ആണ് ഷെയർ പ്രൈസ് ഡൗൺ ആയി പോയത്. നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ വീക്കിലി ക്യാൻഡിൽ നോക്കാൻ നേരത്ത് ഹ്യൂജ് ക്യാൻഡിലാണ് വീക്കിലി ക്യാൻഡിൽ ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. ആ 2 ക്യാൻഡിലും ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിംഗ് വോളിയം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച്. അടുത്ത വീക്കിലി സപ്പോർട്ട്സ് നോക്കിയാൽ 2081 പോലെ 1925 വരെയുള്ള ലെവലിലാണ് വീക്കിലി സപ്പോർട്ട്സ് അടുത്ത ലെവലിൽ കിടക്കുന്നത്. സ്റ്റോക്ക് ആ ലെവൽ റൗണ്ടിൽ എത്തിയതിന് ശേഷം സ്റ്റോക്ക് അവിടുന്ന് സപ്പോർട്ട് എടുക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാര്യം ഫ്യൂച്ചറായിട്ട് F&Oയിൽ എന്ത് ചേഞ്ചസ് വന്നാലും അത് നാച്ചുറലി അത് നെഗറ്റീവ് ചേഞ്ചസ് ആണെങ്കിൽ എല്ലാ ബ്രോക്കർ കമ്പനികളുടെയും പ്രോഫിറ്റ്സിനെ വായിക്കാനുള്ള സാധ്യത നാച്ചുറലി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അറ്റ് പ്രസന്റ് ഇപ്പം സ്റ്റോക്ക് എന്ന് പറയുന്നത് ആർക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഒരു പക്ഷേ ബജറ്റെല്ലാം കഴിഞ്ഞിട്ട് ക്ലാരിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. സോ 2081 1925 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് വീക്കിലി ആയിട്ട് സപ്പോർട്ട്സ് ആയിട്ട് ആക്റ്റീവ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ സോണിൽ സ്റ്റോക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. ലോവർ റിജക്ഷൻ വരുത്തുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നല്ല ക്യാൻഡിൽസ് ആണോ, അത് അപ്വേഡ് ക്യാൻഡിൽ ആണെങ്കിലും അല്ലെ ഇനി താഴത്തേക്ക് ക്യാൻഡിൽ ആണെങ്കിലും ആ ക്യാൻഡിൽസ് വോളിയം ഉണ്ടോ, റിജക്ഷൻ എന്ന് പറയുന്നത് അത് ടോപ്പ് ലെവൽ റിജക്ഷൻ ആണ് വരുന്നത്, ഡൗൺ സൈഡ് റിജക്ഷൻ വരുന്നതിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. നമുക്ക് ആ സോൺ നമ്മൾ നമ്മുടെ ചാർട്ടിൽ വരച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്താണ് ആ സമയത്തേക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ഒരു വിശ്വാസമുണ്ട്.